ഇതൊരു ഫാമിലി ഇഫ്താർ വ്ളോഗും പിന്നെ ഒരു മെയിനായിട്ടൊരു മട്ടൻ ബിരിയാണി റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിനൊക്കെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബിരിയാണി തയ്യാറാക്കുന്ന വീഡിയോ പിന്നെ അതിനോടൊപ്പം തന്നെ ചെറിയൊരു നോമ്പ് തുറ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മട്ടൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 10-35ഓളം പച്ചമുളക് എടുക്കുന്നുണ്ട്. തൊണ്ടൻ മുളകും സാധാ മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് എൻ്റെ നെട്ട് കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്തേക്കാം. അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 10-15ഓളം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 10-35ഓളം ചെറിയ ഉള്ളി, പിന്നെ ഒരു 14-15 സവാള, അത്യാവശ്യം വലിപ്പമുള്ള സവാളാണ്. എല്ലാം നന്നിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബിരിയാണി മസാലയ്ക്കായിട്ട് ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ 2-3 കാശ്മീരി വറ്റൽമുളകാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും, പിന്നെ ഒരു കസ്കസ് പോപ്പി സീഡ്സ്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് തണുത്തതിന് ശേഷം പൊടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ റൈസ് നന്നായിട്ടൊന്ന് കഴുകിയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3.5 കിലോ മട്ടൻ എടുക്കുന്നുണ്ട്. 3 കിലോ കൈമ ജീരകശാല അരിയാണ്. പിന്നെ ഒരു മസാലയൊക്കെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് വേണ്ടി നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വയ്ക്കണം കേട്ടോ, ആ ഒരു സ്മെല്ല് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു മട്ടനാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പട്ട, പിന്നെ അതുപോലെ തന്നെ ഏലക്ക, ഒരു 4-5 ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം പട്ട. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റിച്ചുള്ള ഒരു ബിരിയാണി മസാലയിൽ നിന്ന് 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ 2 കൈപ്പിടിയോളം സവാള അരിഞ്ഞതും, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ. പുളിയുള്ളത് പുളിയില്ലാത്തത് എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അതിൽ നിന്നൊരു 2-3 ടീസ്പൂണും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റി ഇതിലേക്ക് കുറച്ച് രമ്പയിലയും കൂടെ ചേർത്തിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് റൈസിനായിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുറച്ച് സാജീരകം, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു മട്ടൻ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 കപ്പോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം. സവാള നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം മാത്രം ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചത് നമുക്ക് ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നതിന് ശേഷം 2 തക്കാളിയാണ്. പുളിയുള്ള തക്കാളി എടുക്കല്ലേ, സാധാരണ നോർമൽ തക്കാളി എടുത്താൽ മതി. അതും കൂടെ ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ആ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്തെടുക്കാം. മട്ടൻ ഓൾറെഡി നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. 2-3 വിസിലുകൊണ്ട് തന്നെ മട്ടൻ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ട് ഒരു ബിരിയാണി മസാല അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇതിനൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ, 1/2 കപ്പ് നെയ്യും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് വന്നതിന് ശേഷം അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കൈമ റൈസാണ്. അപ്പോൾ നമ്മൾ അരി എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റൈസ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം മാത്രം വെള്ളം ചേർത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 8-10 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൊണ്ടൻ മുളകും സാധാരണ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ നെട്ടൊന്നും മാറ്റുന്നില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ അടച്ച് വെച്ച് ആ ഒരു വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പകുതി പൈനാപ്പിൾ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് നന്നായിട്ട് തന്നെ ഒന്ന് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ടെടുക്കാം. ആ ഒരു മസാല അടിയിലാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് വെച്ചെടുക്കാം. പിന്നെ മല്ലിയില, പുതിനയില അരിഞ്ഞത്, കുറച്ച് കാഷ്നട്ട്, കിസ്മിസ്, നെയ്യിൽ വറുത്ത് കോരിയത്, കുറച്ച് നെയ്യ്, കുറച്ച് പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ടാക്കിയത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് എന്നിട്ട് അടച്ച് വെച്ചൊരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നിന്ന് ദമ്മിട്ടെടുക്കുന്നുണ്ട്. അപ്പം തന്നെ ആ ഒരു ദമ്മിട്ടെടുക്കുമ്പോൾ തന്നെ ആ ഒരു ബിരിയാണി നല്ല കറക്റ്റ് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ വേറൊരു ഫാമിലി മെമ്പറിൻ്റെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ നോമ്പ് തുറ വെച്ചിട്ടുള്ളത്. അവരെ വീട്ടിലാണ് നോമ്പ് തുറ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനാണ് കേട്ടോ പോകുന്നത്. അത് അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം എടുത്തു നമ്മൾ ആ ഒരു സ്ഥലത്തോട്ട് പോയി. പിന്നെ അവിടെ പോയ സമയത്ത് തന്നെ അവർ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ ടേബിളിലൊക്കെ നന്നായിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു നോമ്പ് തുറക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അല്ലാതെ തന്നെ ഉറട്ടിയിടിയപ്പം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ എല്ലാവർക്കും ബിരിയാണിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോയും റെസിപ്പിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സും പിന്നെ ഈദ് മുബാറക്ക്.